മുഖംമൂടി അഴിച്ചു വെച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. കാരണം മറ്റൊന്നുമല്ല, പുതിയ തലമുറയുടെ വോട്ട് പെട്ടിയിലാക്കാൻ അദ്ദേഹം ജൻസി ഭാഷ പഠിക്കാൻ ക്ലാസ്സിന് പോയത്രേ. ഇതുവരെ ആളുകൾ സർ എന്ന് വിളിച്ച് ബഹുമാനിച്ച രാഹുല് ഒരു നിമിഷം കൊണ്ട് കൂൾ ബ്രോ ആയി മാറിയത് കണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും അമ്പരന്നിരിക്കുകയാണ്. പഴയ രാഷ്ട്രീയ നേതാക്കളുടെ ശൈലി വിട്ട് യുവജനങ്ങളോട് സംവദിക്കാനെത്തിയ രാഹുൽ ഏറ്റവും ആദ്യം ചെയ്തത് തന്റെ വിളിപ്പേര് മാറ്റിയതാണ്. ഇതുവരെ എന്നെ ആളുകൾ സർ എന്ന് വിളിച്ചു ബഹുമാനിച്ചു, പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ മതി എന്ന് രാഹുൽ ആവശ്യപ്പെട്ടപ്പോൾ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥികൾ ഒരു നിമിഷമെങ്കിലും അമ്പരന്നിരിക്കണം. കാരണം ഇതുവരെ ഭരണഘടനാ പദവിയിലുള്ള ഒരാളും ഇത്ര ലാഘവത്തോടെ ഒരു ഫ്രണ്ട്ലി സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ ഒരൊറ്റ മാറ്റത്തിലൂടെ താൻ യുവജനങ്ങളുടെ കൂട്ടുകാരനാണെന്ന് സ്ഥാപിക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. ഈ സംഭാഷണത്തില് രാഹുൽ പുതിയ കാലത്തെ യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളും പഠിച്ചെടുത്തു. പ്രിയപ്പെട്ടയാളെന്നർത്ഥം വരുന്ന പൂക്കി എന്ന വാക്ക് രാഹുലിന് പുതിയ ഒരു അനുഭവം തന്നെയായിരുന്നു. കുട്ടികൾ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹവും അത് ഏറ്റു പറഞ്ഞു. എങ്കിൽ ഞാൻ പൂക്കി. ആകർഷിക്കാനും സ്വാധീനിക്കാനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന റിസ് പഠിച്ചപ്പോൾ ഒരു നിമിഷം ചിന്തിച്ച ശേഷം രാഹുൽ ചോദിച്ചു, അപ്പോൾ എനിക്ക് പൊളിറ്റിക്കൽ റിസ് വേണമല്ലേ? ഈ ചോദ്യം ശരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് രസകരമായി വരച്ചു കാട്ടിയത്. രാഹുൽ ഗാന്ധിയുടെ ഈ ബ്രോ സമീപനം വോട്ടുകളായി മാറിയാലും ഇല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ കാറ്റ് ഏത് ദിശയിലേക്കാണ് വീശുന്നതെന്ന് വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. കാരണം ഇനി ജനങ്ങളുമായി സംസാരിക്കണമെങ്കിൽ അധികാരത്തിന്റെ ഭാഷ മാത്രം പോരാ, സൗഹൃദത്തിന്റെ ഭാഷ കൂടി അനിവാര്യമാണ്.